ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ തോരൻ നമ്മൾ ബീട്രൂട്ടും ബീൻസും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീൻസും ഒരു ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. ബീൻസ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീട്രൂട്ടും തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബീട്രൂട്ടും ബീൻസും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും ഏകദേശം ഒരേ വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചട്ടിയിലാണ് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അരിഞ്ഞെടുത്തിരിക്കുന്ന ബീട്രൂട്ടും ബീൻസും നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. ബീട്രൂട്ടും ബീൻസും ഒക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ബീൻസിന് നല്ല ഗ്രീൻ കളറായിരുന്നു. ഇപ്പോൾ അതിന്റെ കളറൊക്കെ മാറി ഏകദേശം ബീട്രൂട്ടിന്റെ അതേ കളർ തന്നെ ആയിട്ടുണ്ട്. ബീട്രൂട്ട്, ചുവന്ന ചീര ഇതൊക്കെ രക്തക്കുറവുള്ളവർക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് അവസാനമായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.